ഡിന്നറിന് നിറയെ തുളകളോട് കൂടിയ നല്ല സോഫ്റ്റ് വെള്ളയപ്പം, അതിനകത്തേക്ക് നല്ല നാടൻ ചമ്മന്തി അങ്ങോട്ട് ഒഴിച്ചു. ഈ അപ്പം കഴിക്കാനായിട്ട് കടലക്കറി വേണം, അല്ലെങ്കിൽ ഗ്രീൻ പീസ് വേണം, മുട്ടക്കറി വേണം, അങ്ങനെയൊന്നും എനിക്കില്ല. കഴിക്കുന്ന എന്താണെങ്കിലും ടേസ്റ്റ് ഉണ്ടായാൽ മതി. പാലക്കാട്ടുകാരുടെ ഈ തേങ്ങാ ചമ്മന്തി നല്ല അടിപൊളിയാണ്. ആദ്യത്തെ അപ്പം കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത ക്രിസ്പിയായ അപ്പം വന്നു. അത് ചുമ്മാ എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുത്ത് കഴിക്കാം, കറിയൊന്നും വേണമെന്നില്ല. പിന്നെ ചമ്മന്തിയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഓരോന്നിൻ്റെയും ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഓരോന്നായിട്ട് അങ്ങോട്ട് കൂട്ടി. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പാലക്കാട്ടുകാരുടെ ഈ മുളക് ചമ്മന്തി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ്. എരിവ് കൂടുന്തോറും അതിൻ്റെ ആ ഒരു സുഖവും കൂടും. ഇതാണ് സ്പെഷ്യൽ ഐറ്റം. ഇടിജക്ക ഉണ്ടല്ലോ, അത് കറി വെച്ചതാണ്. പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് മുട്ട ഉടച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. സംഭവം കൊള്ളാം, പാലക്കാട്ടുകാരുടെ ഓരോ കാര്യങ്ങളെ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം.